എനിക്ക് എന്തിനു വേറൊരു സൂര്യോദയമില്ല അതിനകത്ത് അത് എഴുതിയിട്ട് അപ്പം ആ കടലാസ് എടുത്ത് ഒരു ഹീറോ എന്തൊക്കെ ചെയ്തുകൊണ്ട് വള്ളം ഉണ്ടാക്കുന്നതൊക്കെ ചെയ്തിട്ട് ഒരു വാഴത്തോപ്പിൽ എനിക്ക് തോന്നി കൃത്യമായിട്ട് ആ വരികൾ ആ സംഗീതത്തിൻ്റെ നദിയിലേക്ക് ഒഴുക്കി വിട്ട പോലെ എനിക്ക് തോന്നി. അത്ര രസകരമായിരുന്നു വിഷ്വലൈസേഷനും. ആ വരികളും അതാണല്ലോ, എന്തിനു വേറൊരു സൂര്യോദയം നീൻ പൊന്നുഷ സന്ധ്യയിൽ കൊണ്ട് മൂടുന്നു വൃന്ദാവനം. സിന്ദൂരമണിയുന്നു രാഗാംബരം. അതാണ് ഞാൻ അതിലെ സിനിമയിലെ കഥാപാത്രവുമായിട്ട് ഏറ്റവും സിംഗിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇനിയും ചിലമ്പണി എന്ന് പറയുന്നത്. കഥാപാത്രം തളർന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇനിയും ചിലമ്പണിയോ എന്ന് വളരെ ഡയറക്റ്റ് ആണ്, അത്രയും കൃത്യമായിട്ട്. ഇനിയും ചിലമ്പണിയോ എന്ന് പഠിക്കുന്നത് അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് പറയാം, ഈ പാട്ട് ഇവരെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഈ RK സാർ പറഞ്ഞ പോലെ ഈ കർണാടക സംഗീതത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് പാട്ടുകൾ ചെയ്യുന്നത്. അപ്പൊ 2 കീർത്തനങ്ങളാണ് ഈ പാട്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്തിനു വേറൊരു സൂര്യോദയം, അത് അത് അനുപല്ലവി എന്ത നേർച്ചിന എന്ന് പറഞ്ഞ കീർത്തനമാണ്. നിന്റെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മുഖമുദ്ര നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്ന ഒരു സെറ്റ് ഓഫ് പാട്ടുകളുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഞാൻ ഈ സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് പോയപ്പോൾ ഒരിക്കൽ സ്റ്റേജ് ഷോയുടെ ബാക്കിൽ ചിലർ വന്നിട്ട് രവീന്ദ്രൻ മാഷിന്റെ ഒരു പാട്ട് പാടുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. ഈ കേൾക്കാൻ നിന്നോ കുറെ നേരം പുറത്തൊക്കെ നിന്നിട്ട് വീണ്ടും തിരിച്ച് ബാക്കിൽ വന്നു. ഞാൻ നിങ്ങളോട് രവീന്ദ്രൻ മാഷ് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് നിങ്ങൾ പാടിയില്ലോ. ഇനിയിപ്പോ ഈ പാട്ടുകാരൻ പറഞ്ഞു, പാടിയല്ലോ, കസ്തൂരി എന്റെ കസ്തൂരി കസ്തൂരി. ഇത് രവീന്ദ്രൻ മാഷ പാട്ടാ, പക്ഷെ ഈ ഗാനമേള കേൾക്കാൻ വന്നവൻ ഉദ്ദേശിച്ച രവീന്ദ്രൻ മാഷ പാട്ട് ഇതല്ല. അതെ, അതപ്പം അതായത് രവീന്ദ്രൻ മാഷ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നിൽക്കുമ്പോഴും കസ്തൂരി എന്റെ കസ്തൂരി എന്നുള്ള പാട്ടായിക്കോട്ടെ, വാ വാ മനോരഞ്ജിനി സുരാംഗിനി സൂപ്പർ സുരസുന്ദരി സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ്. ഈ മാഷയുടെ ഒരു വേറെ പ്രത്യേകത വെച്ചാൽ സൈക്കിൾ യജ്ഞക്കാരനെ കൊണ്ട് സിന്ധു ഭൈരവി പാടിക്കാനും ഓട്ടോറിക്ഷക്കാരനെ കൊണ്ട് വസന്തരാഗത്തിൽ പാടിക്കാനും കഴിവുള്ള ഒരു സംഗീത സംവിധായകൻ. അല്ല, എല്ലാരും നിങ്ങൾ ഈ പ്രമദവനം പോലെയുള്ള പാട്ടുകളുടെ പ്രത്യേകത എന്താ അറിയാമോ? ഈ ചില കല ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ആ കല അറിയണം. കഥകളി ആസ്വദിക്കണമെങ്കിൽ കഥകളി എനിക്ക് അറിയണം, എന്നാലേ പറ്റുള്ളൂ. പക്ഷെ രവീന്ദ്രൻ മാഷ് സെമി ക്ലാസിക്കൽ പാട്ടുകൾ പാട്ടറിയാത്തവൻ പഠിക്കുകയും പാടുകയൊക്കെ ചെയ്യും. അതൊരു എളുപ്പപ്പണിയല്ല. നമ്മൾ ഒട്ടു പാട്ടറിയാത്ത സംഗീത ബന്ധമില്ലാത്ത ചില ആളുകൾ ഏത് തൊഴിൽ മേഖലയിലുള്ള സമൂഹത്തിന്റെ ഏത് തട്ടിലുള്ള ആളുകളെ എടുത്താലും പ്രമദവനവും ഇങ്ങനെയുള്ള പാട്ടുകൾ അവർ കയറി പാടുകൾ. ആ കോംപ്ലിക്കേഷനിലും ഒരു സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഒരു വളരെ ക്ലിഷ്ടമായ പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ആളുകൾക്ക് പാടാൻ പറ്റുന്ന ഒരു ഇമോഷൻ അതിനകത്ത് ക്യാരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു സാധാരണ എടുത്തു പറഞ്ഞ സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന ഒരാൾക്ക് അഴിഞ്ഞാടണം എന്ന് പറയുമ്പോഴും അദ്ദേഹം ഉണ്ടാക്കുന്ന പാട്ടിന്റെ അതിന്റെ തുടക്കത്തിലൊരു ഒരു ഒരു സ്വരങ്ങൾ അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ആദ്യം ഒന്ന് പേടിപ്പിക്കും. അതെ, ഗമപനിസക അത് ഗമപനിസക പമഗരി മഗരി സരി സനിത സനിത പനിത പമദ പമഗ പമഗരി മഗരി സഗമ ഗമ പമ പനി പനി സനി സഗ സഗമ ഗമ പപ്പ ഗമ രി സനിത പമഗരി മാരേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ
മെരുക്കിയാൽ മേരുങ്ങാത്ത കസ്തൂരി മാനേ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ, ഇല്ലില്ലം കാട്ടിലെ മുള്ളുള്ള മേട്ടില് ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ. പിടിച്ചു കെട്ടും കരളിലെ പറയും. ആ, ഏ അതെവിടെ